വൈകുന്നേരത്ത് കാവടിതുള്ള ഞങ്ങൾ മൂന്നാളും കൂടെ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കുഞ്ഞിനാണ് 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് വൈകുന്നേരം നമുക്ക് അങ്ങ് പോകാമെന്ന് കരുതി ഞങ്ങൾ പോകുന്നത് നമ്മുടെ പഞ്ഞിക്കടയിലോട്ടാണ് കേട്ടോ. അവിടുത്തെ ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ടോ, ഇന്ന ടേസ്റ്റാണെന്നറിയോ. അങ്ങനെ ഇതാ കുഞ്ഞിനെ കാറി ഇരുത്തിയിട്ട് ഞാൻ പിന്നെ എന്താ സാധനം മേടിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ പോകുന്നത് നോക്കിയിരിക്കുവാണോ? ഞങ്ങൾ അവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇതാ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ ഈ പഞ്ഞിക്കടയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അതായത് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റിതൂട്ടനൊക്കെ വരുന്നതിന് മുന്നായിട്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ കഴിച്ചു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വായിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ അന്ന് ഒരു വട്ടം റീൽസ് കണ്ടിട്ടാട്ടോ ഞങ്ങൾ അതുവഴി പോയപ്പോൾ കയറി വാങ്ങിച്ചത് തന്നെ. ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ പൊന്നോ രക്ഷയില്ല. കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. റീൽസ് കണ്ടൊക്കെ പോകുന്നത് മിക്കത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി. പിന്നെ ഇതാ ഈ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മിക്കപ്പോഴും ഞങ്ങൾ എടുക്കാൻ ആരെങ്കിലും ഒന്ന് വിളിച്ച പിന്നെ അവളുടെ അടുത്ത് കാര്യം പറയണം. അവര് കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിൽ അരച്ചോണ്ടേയിരിക്കും. എന്താ അവരെന്തായാലും ചോദിച്ചാ പിന്നെ അവള് അനങ്ങത്തില്ല. കാണത്തുമില്ല. എന്തിങ്ങനെ കാണിക്കുന്നേ? നല്ലൊരു കുലുസൂരി കളഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല റിതു. എന്താ ആരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നെ ഇരിക്കായിരുന്നു. അവളോട് കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ പിന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ആ പറയുന്നത് വരെ അവളിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ വെട്ട് കേക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു വെട്ട് കേക്ക്. അവർ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഒരു വലിയ ചരുവത്തിൻ്റെ നിറച്ചിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഇടാനും വെച്ചെങ്കിലും ചായയോടെ കഴിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു, പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ ഒരു ചായയും നല്ല കടുപ്പത്തിന് മധുരം കുറച്ച് ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ചായയും കൂടെ ഒഴിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഋതുവിന് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചൂടിന് ഈ ചായയൊക്കെ പറ്റുമോയെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയത്തില്ല, ചായ അങ്ങ് അഡിക്റ്റായി പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് എന്താ ചൂടായാലും ഇച്ചിരി ചായ കുടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. അങ്ങനത്തെ ചായ കുടിച്ചു. ഋതുവിനുള്ള ഫുഡ് ഉണ്ടാക്കി അവൾക്ക് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാതിരുന്നത്. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത് കണ്ടില്ലേ, എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ? എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ബീഫ് ഫ്രൈ എന്തായാലും കഴിച്ച് നോക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു ഗ്രേവി തരും കേട്ടോ. നോർമലായിട്ട് നമ്മൾ എവിടെ നിന്ന് മേടിച്ചാലും ഗ്രേവി കൊള്ളാറില്ല, കാരണം ഒരു മരിക്കൂറ ഗ്രേവി ആയിരിക്കും, വെള്ളം പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഗ്രേവി ആണെങ്കിൽ നമ്മൾ ബീഫ് കറി ഇങ്ങനെ കഴിക്കുന്ന അതേപോലെ തന്നെ ആയിട്ടോ എനിക്ക് തോന്നിയത്. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ഗ്രേവി മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. പൊറോട്ടയുടെ കൂടെ നല്ല കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ് കേട്ടോ. അങ്ങനെ പൊറോട്ടയുടെ മേളിൽ ആ ഗ്രേവി എല്ലാം കൂടെ ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിച്ചു. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.